നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സച്ചി രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ രേവതി നല്ല ഉറക്കുക. സച്ചി നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ പോയിട്ട് ഒരു ചായയൊക്കെ വെച്ച് രേവതിക്കായിട്ട് കൊണ്ടുവരിക. ആ സമയത്ത് രേവതി നല്ല ഉറക്കമായിരുന്നു. പിന്നീട് രേവതിയെ വിളിച്ചിട്ട് എന്തേ ചായ കുടിക്കാൻ പറഞ്ഞു. രേവതി ചോദിച്ചു, അല്ല സച്ചേട്ടാ, സച്ചേട്ടൻ നേരത്തെ എഴുന്നേറ്റോ? ഞാൻ ഇത്തിരി സമയമായി എഴുന്നേറ്റിട്ട്. പിന്നീട് സച്ചി രേവതിയെ പിടിച്ച് പതുക്കെ അവിടെ നിന്ന് ചാരി എടുത്തു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഞാനേ ബ്രഷ് ഒന്നും ചെയ്തില്ല. അതിനിപ്പോൾ ഒരു ചായ കുടിക്കുന്നതിന് ബ്രഷ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നീ എന്നും രാവിലെ കുളിച്ചിട്ടൊക്കെ അടുക്കള കയറുന്നതിനും ചായ വെക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കണം. രേവതി പറഞ്ഞു, എനിക്കറിയാം സച്ചേട്ടാ. അതും പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ നിന്ന് ചായ പതുക്കെ വാങ്ങി അന്ന് ചായ ഊതി കുടിക്കുക. അപ്പോഴേക്കും സച്ചി വെച്ച്, എങ്ങനെയുണ്ട് ചായ? നല്ല ചായ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ വെറുതെ പൊളിവടിക്കില്ല. നീ ഉണ്ടാക്കുന്നതിന്റെ 7 അയലക്കത്ത് പോലും വരത്തില്ല. അങ്ങനെയൊന്നുമില്ല സച്ചേട്ടാ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കി പഠിക്കുന്നത്. ആദ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാകത്തില്ല. പക്ഷെ സച്ചേട്ടൻ ചായയൊക്കെ നന്നായിട്ട് തന്നെ വെച്ചിരിക്കണേ. അതിനുശേഷം ചോദിച്ചു, അല്ല നിനക്ക് കഴിക്കാൻ രാവിലെ എന്താ വേണ്ടേ? ആ, കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാക്കി തരുമോ? എല്ലാം ഒന്നുമില്ല, കഞ്ഞി വെച്ചേരാൻ. കഞ്ഞി വെക്കാനും ചമ്മന്തി അരയ്ക്കാനും എനിക്കറിയാം. വേണേ ഒരു മുട്ട പൊരിക്കാനും അറിയാം. എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രിഡ്ജിനകത്ത് മാവരിപ്പുണ്ട്, അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണ്, അത് ഞാൻ ചെയ്തു തരാം. നിനക്ക് ദോശ ഉണ്ടാക്കി തരാം. പിന്നെ അച്ഛനും ഉണ്ടാക്കി കൊടുക്കണം. ആ സമയത്ത് രേവതി ചോദിച്ചു, അല്ല അച്ഛൻ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയി കാണുമല്ലേ? അച്ഛൻ രാവിലെ നടക്കാൻ പോയി. അച്ഛൻ രാവിലെ വരുമ്പോഴത്തേനും അച്ഛന് ഞാൻ കുടിക്കാനും വെള്ളമൊക്കെ കൊണ്ടേ കൊടുക്കുന്ന ചായയൊക്കെ വെച്ച് കൊടുക്കും. അച്ഛൻ്റെ കാര്യമൊന്നും നോക്കണേ, അമ്മ ഇവിടെ ഇല്ലല്ലോ, നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ നോക്കണേ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് ചെയ്തോളാം. ആ സമയം രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് വരുക. അപ്പൊ രവീന്ദ്രൻ നല്ല വിഷമം ഉണ്ടായിരുന്നു. രേവതി ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ഐശ്വര്യമാണ് വീട്ടില്. പൂജാമുറിയിലൊക്കെ വിളക്കൊക്കെ കത്തിച്ച് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും എല്ലാം നല്ല ഐശ്വര്യമായിരിക്കും. പക്ഷെ ഇപ്പോഴതൊന്നും ഇല്ല. രേവതി കിടപ്പായതോടുകൂടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ രവീന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ വീട്ടിലേക്ക് തിരികെ വന്ന് സെറ്റിയിലിരിക്കുക. രേവതിയാണ് ഈ സമയത്ത് ഓടി തനിക്ക് വെള്ളമെല്ലാം കൊണ്ടുതരും, അതിനുശേഷം ചായ കൊണ്ടുതരും. പക്ഷെ ഇപ്പോഴതൊന്നും ഇല്ല. ചന്ദ്രമതി ഇല്ലല്ലോ. ചന്ദ്രമതി ഉണ്ടെങ്കിലും ചന്ദ്രമതിയോട് ചോദിക്കണം ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാനായിട്ട്. അല്ലെങ്കിൽ ചന്ദ്രമതി കൊണ്ടേ കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അങ്ങോട്ട് വന്നു. ഗ്ലാസ്സിനകത്ത് വെള്ളമൊക്കെ ആയിട്ട് വരുന്നത്. അച്ഛ സോറി കേട്ടോ അച്ഛ. എന്താടാ? അല്ല, രേവതി എന്നോട് പറഞ്ഞായിരുന്നു അച്ഛൻ നടക്കാൻ പോയിട്ട് വരുമ്പോൾ അച്ഛന് വെള്ളം കൊണ്ടേ കൊടുക്കണമെന്ന്. പക്ഷെ ഞാനേ തിരക്കായിപ്പോയി, ഞാൻ മറന്നുപോയി. അതൊന്നും സാരമില്ലടാ, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ ഇനി എടുത്തു കുടിച്ചോളാം, നീ എനിക്ക് വേണ്ടി കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് ശരിയാകത്തില്ല. രേവതി ഉണ്ടായിരുന്നപ്പോൾ അച്ഛനെ എങ്ങനെയാണ് കെയർ ചെയ്തേ? അച്ഛൻ ആ കാര്യം ഓർത്ത് പേടിക്കണ്ട, ഞാനും അതുപോലെ തന്നെ അച്ഛനെ കെയർ ചെയ്തോളാം. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്താണെന്നറിയില്ലടാ, രേവതി ഉണ്ടെങ്കിൽ വീടിന് മൊത്തം ഒരു ഐശ്വര്യ. അതാച്ചാ അങ്ങനെ പറഞ്ഞേ? അല്ല, അവള് എഴുന്നേറ്റ് നടന്ന് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ മുറി മുഴുവൻ ഒരു ഐശ്വര്യമുണ്ട്. രാവിലെ ആ പൂജാമുറിലെ സാമ്പ്രാണിന്റെ മണോ, ഞാൻ തിരികെ നടക്കാൻ പോയിട്ട് തിരികെ വരുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാ. കോലമൊക്കെ വരച്ച് നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഒരു ദിവസം അവള് വയ്യാതെ ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ വീടിന്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, രേവതി മാത്രമല്ലല്ലോ ഉള്ളെ, വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറെ വർഷയും ശ്രുതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വർഷയ്ക്ക് ഇമാതിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല. ശ്രുതിക്ക് അറിയാമെങ്കിലും ശ്രുതി ഒട്ട് ചെയ്യാനും പോകത്തില്ല. അത്യാവശ്യം കഞ്ഞിയും കറിയും വെക്കാനൊക്കെ ശ്രുതിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അടുക്കളയുടെ 7 അയലക്കത്ത് ഇവർ രണ്ടുപേരും വരത്തുമില്ല. രേവതിക്ക് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി പഠിച്ചോളൂ എന്നുള്ള കാര്യം സച്ചിക്ക് ഉറപ്പായിരുന്നു. സച്ചി രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛനും ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ എടുത്ത് വെക്കാം. രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നും വേണ്ട മോനെ, എനിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിനക്കല്ലേ തന്നെ ഇനി പിടിപ്പത് പണിയുണ്ട്. രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവള് ചെയ്തോളും. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നോ? അല്ല, അവളെ കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ആഹാരം കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് കഴിച്ചോളും. ഞാനതാ ഉദ്ദേശിച്ചുള്ളൂ. ഓ അങ്ങനെ. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അവളെ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് ഇതൊന്നും അറിയണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് രേവതി ഇതെടുക്കെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരു ദിവസം കിടപ്പായി പോയി കഴിഞ്ഞപ്പോഴാ രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പം മനസ്സിലായില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ട കാഴ്ച അറിയില്ലാന്ന്. എന്നാലും അമ്മ രക്ഷപ്പെട്ടു പോയച്ചാ, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അവൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അടുക്കള ജോലികളൊക്കെ ചെയ്യണമല്ലോ. ഇനി ബാക്കി 2 മരുമക്കളുണ്ട്, അവരെന്താവോ എന്തോ.
സച്ചി പറഞ്ഞു അവരെ പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല, അവരുടെ കാര്യം അറിയാലോ. എന്നാ ശരി അച്ഛൻ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അച്ഛൻ രാവിലെ ദോശ ഉണ്ടാക്കി തരട്ടെ. ദോശ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം, നീ അതിന് ബുദ്ധിമുട്ടണ്ട. നീ രേവതിക്കുള്ള ഉണ്ടാക്കി കൊടുത്താൽ മതി. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അച്ഛനും കൂടെ ഉള്ള ഞാൻ ഉണ്ടാക്കാം. പിന്നെ കറിയുടെ കാര്യത്തിൽ വെച്ചൊരു പ്രശ്നമുള്ളൂ. പിന്നീട് സച്ചി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കള ചെന്ന് ദോശയൊക്കെ ഉണ്ടാക്കുക രേവതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ദോശയൊക്കെ പരത്താനും കാര്യങ്ങളൊക്കെ സച്ചിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതൊക്കെ സച്ചി നല്ല വൃത്തിക്ക് ചെയ്തു. ഈ സമയത്ത് വർഷ എഴുന്നേക്കുന്നേ. വർഷ എഴുന്നേറ്റപ്പോൾ വർഷ ഓർത്തെ, ഓ രേവതി ചേച്ചിക്ക് വയ്യല്ലോ, അതുകൊണ്ട് ചായ പോലും കിട്ടാൻ വഴിയില്ല. ശ്രീകാന്തിനോട് പറഞ്ഞു, ശ്രീകാന്തെ എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുപോവാ. ചായ നീ പോയി എടുക്ക, ഞാൻ എടുത്ത ശരിയാകത്തില്ല, അതിന് ടേസ്റ്റും വരത്തില്ല. രേവതി ചേച്ചിയല്ല ചായ തന്നോണ്ടിരുന്നേ. ശ്രീകാന്ത് എനിക്കുള്ള ചായ വെച്ച് താ ശ്രീകാന്തെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ സോപ്പിട്ടു. ഇവിടെ ശ്രീകാന്ത് അടുക്കളയിലേക്ക് വരുമ്പോൾ സച്ചി ധൃതിക്കുള്ള പണിയാണ്. ശ്രീകാന്ത് എന്താ സച്ചേട്ടാ? അതെ, രേവതിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ ദോശ ഉണ്ടാക്കുക. ശ്രീകാന്ത് പറഞ്ഞു, അതാണോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ സച്ചേൻ്റെ കൂടെ കൂടാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള കറിയൊക്കെ ശ്രീകാന്തും കൂടെ കൂടി ചേർന്നാണ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് സുധി എഴുന്നേറ്റ് വന്നു. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കിട്ടുന്ന, പക്ഷെ ഇന്ന് ചായ ഒന്നുമില്ല, ഫ്ലാസ്കിനകത്തൊന്നും ഇല്ല. ശ്രുതിയോട് പറഞ്ഞു, നീ എനിക്കൊരു ചായ വെച്ചോണ്ട്. ശ്രുതി പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ, എനിക്ക് ചായ വേണം. ഒടുവിൽ മനസ്സോടെ ശ്രുതി അടുക്കളയിലേക്ക് വന്ന് ചായക്ക് വെള്ളം വെച്ചു. ആ സമയത്ത് സച്ചു പറഞ്ഞു, ആഹാ കൊച്ചന്മാരൊക്കെ എഴുന്നേറ്റ് വന്നല്ലോ. അതെ, ഇന്നു മുതൽ ഇനി വല്ല ആഹാരം കഴിക്കണമെങ്കിൽ സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കണം. അത് കേട്ടതും ശ്രുതി പറഞ്ഞു, എനിക്ക് സമയമൊന്നുമില്ല. സമയമില്ലെങ്കിൽ ഇനി വയറ്റിലേക്കൊന്നും പോകത്തില്ല, വല്ല ഹോട്ടലിൽ നിന്നും കഴിക്കേണ്ട വരും. അത് കേട്ട ശ്രുതി പറഞ്ഞു, ഞാൻ വേണം ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സച്ചി പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കുള്ള ഉണ്ടാക്കാൻ പറ്റില്ലോ, അവൾക്ക് നടന്നു പോയി ഹോട്ടലിൽ പോയി കഴിക്കാനും പറ്റില്ലല്ലോ. നിങ്ങൾക്കൊക്കെ വേണം അവിടെ, നിങ്ങൾ വേണേ ഉണ്ടായിക്കോണം. ആ സമയം ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. കൊള്ളാം, ചക്കിക്കോത്ത ശങ്കരൻ തന്നെ എത്ര ദിവസം പുറത്തുനിന്ന് കഴിക്കും? 1-2 ദിവസമാണ് കുഴപ്പമില്ല, രേവതിക്ക് ഭേദമാണെങ്കിൽ 5-6 ആഴ്ച കഴിയും. അപ്പോഴേക്കും ശ്രുതി ആടി പറഞ്ഞു, അതിനുള്ള അമ്മ വരൂല. വന്നാ തന്നെ, അമ്മ വന്നാൽ പോലും അമ്മ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അമ്മ ചെയ്തു തന്നിട്ട് നീ കഴിച്ചതൊക്കെയാ, നീയൊക്കെ പഠിക്കാൻ പോകുന്നുള്ളൂ. എൻ്റെ ഭാര്യയുടെ വില എന്താണെന്ന് നീയൊക്കെ ഇനി അറിയാൻ പോകുന്നുള്ളൂ. ഉണ്ടാക്കി വെച്ചോളം മുന്നിലേക്ക് കൊണ്ട് തരുമ്പോഴേ എന്തൊരു അഹങ്കാരമായിരുന്നു. ശ്രുതിക്കൊക്കെ നന്നായിട്ടറിയാം ഇനിയിപ്പോൾ പഠിക്കുമെന്നുള്ള കാര്യം. എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. എന്നാലും രേവതിക്ക് ഇങ്ങനെ അപകടം ഉണ്ടായാലും ശ്രുതിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അവള് 10 ദിവസം കിടന്നല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ, അവൾ അങ്ങനെ കിടക്കണമെന്ന് മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സച്ചി ദോശയും ചമ്മന്തിയെ കൊണ്ട് രേവതിക്ക് കൊണ്ട് കഴിപ്പിക്കുകയാണ്. രേവതിക്കുള്ള മരുന്നും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയും ദേവും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അതിനുശേഷം ലക്ഷ്മിയമ്മ വന്നിട്ട് രേവതി കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. എൻ്റെ മോളെ, എന്നാലും നിനക്കിത് എന്ത് പറ്റിയടി? അമ്മ കരയേണ്ട കാര്യമൊന്നുമില്ല, അതാ ഞാൻ അമ്മയോട് പറയാതിരുന്നേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നൊരു കാര്യം ചെയ്യാം, മോള് വീട്ടിലേക്ക് വാ, മോളെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും വേണ്ടമ്മ, ഞാൻ ഇവിടെ നിന്നോളാം. സച്ചി പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല അമ്മേ, അവളെ ഞാൻ നോക്കിക്കോളാം. അല്ല മോനെ, നിനക്ക് ജോലിക്കൊക്കെ പോകണ്ടല്ലേ, അത് കുഴപ്പമില്ല. ദേവ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, 2 ദിവസത്തിന് ഞാൻ ഇവിടെ നിൽക്കാം, ഇവിടുത്തെ കാരണം ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. സച്ചി പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അപ്പോൾ അമ്മ തന്നെയല്ലേ ഉള്ളൂ അവിടെ. രേവതിക്ക് അത് വിഷമ. നീ ഇവിടെ ഒന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കാണേലും കടയിലേക്ക് പോകുന്ന സമയത്ത് നീ അവിടെ ഒരു കൈ സഹായമല്ലേ. ലക്ഷ്മി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ദേവു, നീ ഒരു കാര്യം ചെയ്യാം, രേവതി എടുത്ത് 2 ദിവസം നിൽക്കുക. സച്ചിക്കാണെങ്കിലും ഓട്ടോ ഒക്കെ പോകണമല്ലോ. ദേവ് പറഞ്ഞു, ഞാൻ നിൽക്കാം. പക്ഷെ രേവതിക്ക് ഭയങ്കര വിഷമമായിരുന്നു, താൻ ഇവിടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, പാവം ഇവൾ പഠിക്കാൻ പോകുന്നല്ലേ, ഇവള് പോട്ടെ, ഇവളുടെ ഉള്ള പഠിത്തങ്ങൾ താൻ കളയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേങ്കിൽ ലക്ഷ്മി അമ്മ സമ്മതിച്ചില്ല. ദേവ് പറഞ്ഞു, ചേച്ചി അത്യാവശ്യം ചേച്ചിക്ക് എഴുന്നേറ്റ് നടക്കാറാവുന്ന ആരുടെ ഒരു സഹായം കൂടിയേ തീരുള്ളൂ. ഇപ്പൊ ഈ വീട്ടിൽ വേറെ ആരും ഇല്ല ചേച്ചിനെ സഹായിക്കാനായിട്ട്. ഇപ്പം വർഷയാണെങ്കിലും ശ്രുതിയാണെങ്കിലും അവരൊക്കെ പോവുകയും ചെയ്യും. പിന്നെ ചേച്ചി ഒറ്റയ്ക്കായി പോവില്ലേ, സച്ചേണ്ണും വല്ല ഓട്ടം കിട്ടിയോ ഓട്ടം പോകണ്ടേ, അപ്പം ഞാനിവിടെ നിൽക്കാം. ഒടുവില് രേവതി നിന്നൊരു കാര്യം ചെയ്യും, 1-2 ദിവസത്തേനും നിന്നാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. സച്ചേണ്ണ ഓട്ടം പോവാണെങ്കിൽ നീ വന്നാൽ മതി, അല്ലെങ്കിൽ സച്ചേണ്ണ ഇല്ലാത്ത സമയത്ത് വന്നാൽ മതി. സച്ചേണ്ണ ഉണ്ടെങ്കിൽ എനിക്ക് കൂട്ടുണ്ടല്ലോ, വെറുതെ നീ നിന്റെ പഠിത്തവും കളഞ്ഞിവിടെ ഇരിക്കണ്ട എന്നൊക്കെ ദേവുവിനോട് പറയുന്നുണ്ട്. രേവതി ഈ സമയം ശ്രുതിയും കൂടെ രാവിലെ ഷോപ്പിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ ഫോണിലേക്ക് ആദി വിളിക്കുക. ആദിയുടെ കോള് തന്നെയപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി. ശ്രുതി അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കി, ഇല്ല, ശ്രുതി ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ശ്രുതി ഫോണും കൊണ്ട് അങ്ങോട്ട് മാറിപ്പോയി. അപ്പോഴേക്കും ആദി പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മയെ കാണാൻ തോന്നുക, അമ്മ എന്നെ ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിക്കുക.
അല്ല മോനെ, അതിപ്പോ എനിക്ക് അമ്മയെ കാണാൻ ഒത്തിരി തോന്നിയിട്ടാ അമ്മേ. എനിക്ക് അമ്മയെ കാണണം. അവസാനം ശ്രുതി പറഞ്ഞു, ശരി ഞാൻ നോക്കട്ടെ, ഞാൻ വരാൻ പറ്റുമോ നോക്കട്ടെ. അത് മാത്രമല്ല അമ്മയ്ക്കറിയാലോ, എൻ്റെ പിറന്നാളൊക്കെയാ അമ്മ എന്നെ കാണാൻ വരാത്തെ. അതോടെ കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് ആ പടം സങ്കടമായി. പാവം, അവൻ ഒത്തിരി പ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ പോവാതിരിക്കാനും പറ്റില്ല, പോവാനും പറ്റാത്തൊരവസ്ഥ. എന്ത് കള്ളത്തരം പറഞ്ഞു പോവും. പിന്നെ തൻ്റെ അമ്മായിമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത്രയും വലിയ സമാധാനമുണ്ട്. ഇനിയിപ്പോൾ ശ്രുതിയുടെ കണ്ണ് വെട്ടിച്ച് പോയാൽ മതി. അവസാനം ശ്രുതി പറഞ്ഞു, ഞാൻ വരാൻ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആലോചിച്ചു, എന്ത് കള്ളത്തരം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്നേ. ഇനിയിപ്പം രേവതിക്ക് വയ്യാത്തതുകൊണ്ടൊരു സമാധാനമുണ്ട്, രേവതി പിന്നാലെ വരില്ലാന്ന്. പക്ഷെ സച്ചിയുണ്ട്. എങ്ങാനും പോകുന്ന വഴിക്ക് എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു. എന്തേലുമൊക്കെ കള്ളത്തരം പറഞ്ഞു വേണം പോവാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ശ്രുതി തീരുമാനിക്കും. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനി എന്താണെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് എല്ലാവരും ഇഷ്ടമുണ്ടാറ് വരയ്ക്കും. ചന്ദ്രമതി പോയാലും ചന്ദ്രമതിക്ക് തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ആ ദിവസം നിൽക്കാൻ പറ്റില്ല. ചന്ദ്രമതി വന്നാലും ആ ഭാരം മുഴുവൻ ചന്ദ്രമതിയുടെ തലയിലേക്കായിരിക്കും. ഇത്രയും നാളും നല്ല രുചിയോട് കൂടിയിട്ടാ ശ്രുതിയും വർഷേ ശ്രീകാന്ത് ശ്രുതിയെല്ലാം ആഹാരം കഴിച്ചേ. പക്ഷെ ഇനിയിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഒട്ടും രുചിയില്ലാത്ത സ്വന്തമായിട്ടുണ്ടാക്കിയാൽ കഴിച്ചാൽ കഴിച്ചു. അല്ലെങ്കിൽ ചന്ദ്രമതി വന്നാലും ചന്ദ്രമതിക്ക് അങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ ഒടുവിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.